ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് താമരശ്ശേരി പുതുപ്പാടിയിൽ അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ അടപ്പിച്ചു. പ്രദേശത്തെ 2 സ്ഥാപനങ്ങളാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് അടച്ചുപൂട്ടിയത്. കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം നടന്നിരുന്നത്. പുതുപ്പാടി പഞ്ചായത്ത് ബസാറിലെ അൽ അമീൻ, മിനി മാർട്ട്, നൈസ് ലുക്ക് സലൂൺ എന്നീ സ്ഥാപനങ്ങളാണ് നാട്ടുകാർ പൂട്ടിച്ചത്. നൈസ് സലൂൺ എന്ന ഇക്ബാലിന്റെ ഉടമസ്ഥതയിലുള്ള ബാർബർ ഷോപ്പ് രാത്രി 2 മണിവരെ തുറന്നു പ്രവർത്തിക്കുകയും ഇവിടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും യുവാക്കൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ പ്രവർത്തകരെ കണ്ട് MDMA പാക്കറ്റുകൾ ഉപേക്ഷിച്ച് യുവാക്കൾ ഓടിമറിഞ്ഞതും ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുകൂടാതെ മിനി മാർട്ട് ഉടമ റഫീഖിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. കടകൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തി. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് കൃത്യമായി നിരീക്ഷിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങൾ നിയമപരമായ സംരക്ഷണം മുഴുവനും ഈ ലഹരി വിരുദ്ധ സമിതിക്ക് നൽകുകയും ആവശ്യമെങ്കിൽ ശാരീരികമായും കായികപരമായും നേരിടുന്നതിനും ആവശ്യമുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ്. പഞ്ചായത്ത് ബസാറിനോട് ചേർന്ന ഒഴിഞ്ഞ പറമ്പിലെ കെട്ടിടത്തിന് ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിയിച്ച് ലഹരി വിരുദ്ധ ബോർഡ് സ്ഥാപിച്ചതിനെ തുടർന്ന് ലഹരി വിൽപ്പന സംഘത്തിന്റെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ റഫീഖിന്റെ പേരിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.